മത്തായി 5, 6, 7 നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതിൻ്റെ അവസാന ഭാഗത്തിലോട്ട് വരുമ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് വിസ്തൃതിയുള്ള വഴിയും ഒന്ന് ഇടുക്കമുള്ള ഒരു വഴിയും. പലപ്പോഴും നമുക്ക് ഈ സത്യം അറിയാമെങ്കിൽ പോലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ പോകുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നവരടുത്തൊക്കെ ചോദിച്ചാൽ ഹൈവേ കൂടെ പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടം അതിലേ കൂടെ പോകുന്നതാണ്. പക്ഷെ ഒരു ഇടുക്കമുള്ള ഒരു വഴി, ഇപ്പോൾ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന നടക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വീട് വരെ വണ്ടി വരുമോ അതോ പുറത്തിടണോ എന്നുള്ളതാണ്, അല്ലേ? എന്ന പോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്തും നമുക്കറിയാം ഒരു ഇടുക്കമായ ഒരു വഴി കൂടാണ് നമ്മൾ പോകേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. അതൊരു വാസ്തവമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും അത് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ശരിക്കും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ മത്തായി 7, 13, 14 വരുമ്പം യേശു ഈ വാക്യം പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നതിന് മുന്നേ നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചു. എന്തിനാ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള ഏത് വഴിയും എടുക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ മുന്നിലിരിക്കുന്ന വഴി എടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാരണം ഞാൻ ആരെയാണ് സേവിക്കുന്നത്, ആരാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ഈ ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് മറ്റൊരു വഴി ഇല്ല. ജോൺ സ്റ്റോട്ട് എന്ന കർത്തൃദാസൻ പറയുന്നത്, ദർ ഇസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് വേ. ഈ വചനം നമ്മൾ വായിച്ചാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ദർ ഇസ് ഓൺലി 2 വേ, ദർ ഇസ് ഓൺലി 2 ഗേറ്റ്, ദർ ഇസ് ഓൺലി 2 ഗ്രൂപ്പ്, ദർ ഇസ് ഓൺലി 2 ഡെസ്റ്റിനേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഓൾട്ടർനേറ്റീവ് വേ ഇല്ല, ഒരു 3rd ഗ്രൂപ്പില്ല, ഒരു 3rd ഡെസ്റ്റിനേഷൻ ഇല്ല. മറ്റൊരർത്ഥത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ ഇടുക്കമുള്ള വഴിയിൽ കൂടെ പോകുവാൻ ഈ ദൈവവചനം ധ്യാനിച്ചതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു സന്തോഷമുണ്ടാകട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു പ്രാർത്ഥന ഉണ്ടാകണം. പിതാവേ, അങ്ങ് എന്നെ വിളിക്കുന്നത് ഈ വഴിയിൽ കൂടെ കടന്നു പോകുവാനാണെങ്കിൽ ദൈവമേ, കടന്നു പോകുവാനുള്ളൊരു കൃപ എൻ്റെ മേൽ പകർന്നു തരണമേ.